ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയം. എന്റെ പുറയിൽ കാണുന്നത് കലൂർ സ്റ്റേഡിയമാണ്. കലൂർ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്താണ്. കലൂർ സ്റ്റേഡിയം റൗണ്ട് ആയതുകൊണ്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ ഏതോ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് മെയിൻ എൻട്രൻസ് ആണെങ്കിലും കലൂർ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് അതത്ര വലിയ കാര്യമാക്കണ്ട. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഭരതനാട്യക്കാരെല്ലാവരും ഒന്നിച്ചുകൂടി 12,000 ഭരതനാട്യക്കാർ ഇവിടെ വരികയും അവർ 12,000 പേരും ഭരതനാട്യത്തിന്റെ എന്തൊക്കെയോ സ്റ്റെപ്പ് ഇട്ടു, അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുകയും ചെയ്തു എന്നൊരു വാർത്ത. അതിനോടൊപ്പം തന്നെ ഉമാ തോമസ് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, ഇരുമ്പ് കമ്പിയാണെന്ന് കരുതി റിബണിൽ ചാരുകയും അവിടെ നിന്ന് താഴേക്ക് വീഴുകയും അതിഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവുകയും ഇപ്പോൾ റിനെ മെഡിസിറ്റിയിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് അറിയാൻ സാധിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ തട്ടിപ്പ് നടന്നതിനെ പറ്റി ആൾക്കാർ അധികം സംസാരിക്കാതെ ഉമാ തോമസ് മറിഞ്ഞു വീണതിനെ പറ്റിയും അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ പോലീസുകാർ കൂടുതൽ അന്വേഷിക്കുന്നത് ഉമ എവിടെ നിന്ന് വീണു, അവിടുന്ന് ഫോറൻസിക്കാർ വരുന്നു, സാമ്പിൾ എടുക്കുന്നു, അങ്ങനെയുള്ള പല പല കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു 4-5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ തട്ടിപ്പിനെ പറ്റി അന്വേഷിക്കുക, കൂടുതൽ പഠിക്കുക. ഈ തട്ടിപ്പിൽ ഇപ്പൊ ഇതിനകത്ത് പങ്കുചേർന്നവർ ആരൊക്കെ, ആരാണ് ഇതിന്റെ ആ 5 കോടിയുടെ അടുത്ത് പൈസ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്, ഏത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ പരിപാടി നടത്തിയത്, അതുപോലെ തന്നെ ഈ കമ്പനിക്ക് ഈ പറഞ്ഞ കോടികൾ ആരാണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളതെന്നാണ് എനിക്കറിയേണ്ടത്. പാവപ്പെട്ട കുട്ടികൾ ഡാൻസ് പഠിച്ചതിന്റെ പേരിൽ ഒരു കലാരൂപം പ്രാക്ടീസ് ചെയ്തതിന്റെ പേരിൽ 3,500 രൂപയോളം കൊടുത്താണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ചിലരുടെ 5,000, ചിലരുടെ ഒന്നും മേടിച്ചിട്ടില്ലായിരിക്കും. പക്ഷേ അപ്പോൾ കണക്കുകൾ പറയുമ്പോൾ ഇത്രയും ആളുകൾ വന്നു, അവരുടെ കൂടെ വന്നവർക്ക് വീണ്ടും പാസുകൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ഈ ഉമയെപ്പോലെ ഒരാൾ വരുമ്പോൾ അവരുടെ ബാരിക്കേഷൻ പോലും വൃത്തിക്ക് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് വന്നവരെല്ലാം പറ്റിച്ച ഈ കൂട്ടം ആര്? എന്നിട്ട് അതിന്റെ പുറകെ മീഡിയ വൺ അന്വേഷിച്ചപ്പോൾ പറയുന്നു വയനാട് എങ്ങാണ്ടുള്ള ഏതോ ഒരു ഓഫീസ് മുറി വാടകയ്ക്ക് എടുത്തിട്ട് എന്തോ ഒരു പേരും പറഞ്ഞു. അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് സംഘമാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നതാണെന്ന് അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും ഈ തട്ടിപ്പിൽ ഉമാ തോമസ് എങ്ങനെ അവിടെ എത്തുന്നു, അതുപോലെ തന്നെ ഉമയെ ഇതിന്റെ മുകളിൽ നിന്ന് ഉന്തിയിട്ട് പരിക്കേൽപ്പിക്കാൻ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നോ, CBI അന്വേഷിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു തട്ടിപ്പുള്ളതായി ഒരു സൂചന പോലും ഇല്ലാത്ത പോലീസ് എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഈ പെറ്റിയടിക്കാനും പോക്കറ്റടിക്കാനും ഹെൽമെറ്റ് പിടിക്കാനും മാത്രം ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? കാരണം ഇതുപോലെ ഒരു വൻ തട്ടിപ്പ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഇനി നാളെ ടെലിഫോൺ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുമോ, നിങ്ങളെ IG വിളിച്ചാൽ അറ്റൻഡ് ചെയ്യരുത്, നിങ്ങളെ ചിലപ്പോൾ CID വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ വീഡിയോ കോളിൽ തട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യരുത്, നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ നർത്തകരോട് പറഞ്ഞതുപോലെ എന്തെങ്കിലും കരേട്ടക്കാരോടും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റെന്തെങ്കിലും കഥകളിക്കാരോടൊക്കെ നിങ്ങൾ അറിയിക്കുമോ? കഥകളി സംഘമേ നിങ്ങൾ അറിയുക, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ പോകരുത്, അവിടെ കൊണ്ട് 3,500 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ പിച്ചക്കാരോട് വരെ പറയേണ്ടി വരും. കാരണം അവരെ എങ്ങാനും വിളിച്ചുകൂട്ടി എന്തെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവരതിനകത്ത് പങ്കെടുക്കാൻ വന്നാൽ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ് ഇതുപോലെ കോടികൾ തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ടെലിഫോണിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഇത് കേൾക്കേണ്ട ആവശ്യം പൊതുജനത്തിന് എന്താണ്? പോലീസിന്റെ അനാസ്ഥ, അതുപോലെ തന്നെ പോലീസിന്റെ പിടിപ്പുകേട്, പോലീസിന്റെ ഈ പറഞ്ഞ എന്താണ് ഇന്റലിജൻസ്? എവിടെയാണ് ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയ പരിപാടി നടത്തിയിട്ട് തട്ടിപ്പാർന്ന് അവന്മാർ വന്ന് പ്രൊട്ടക്ഷന് കാവല് നിന്നതാണ് ഇതിന്? അവർ യൂട്യൂബ് നോക്കിയിരിക്കുമായിരിക്കും. യൂട്യൂബിൽ ഏതെങ്കിലും യൂട്യൂബർ വളയെന്ന് പറയുന്നുണ്ടോ, മൈരെന്ന് പറയുന്നുണ്ടോ, ഏതെങ്കിലും യൂട്യൂബർ കാറിനകത്ത് വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ, അതും അല്ലെങ്കിൽ ഹെൽമെറ്റ് പിടിക്കാം, പെറ്റി അടിക്കാം, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുന്ന ഇവർക്ക് ഇതിൽ കൂടുതലൊന്നിനും ഇപ്പോൾ പറ്റുന്നില്ല. വളരെ ഗതികേടിലാണ്. പോലീസിന് ഇന്റലിജൻസും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ടെലിഫോണിൽ കൂടെ വിളിച്ചറിയിക്കലാണ് പരിപാടി, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന പോലീസ്. ഇവിടെ എല്ലാ സമയത്തും ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ട്. പോരാത്തിന് എന്തെങ്കിലും പരിപാടി നടന്നാൽ അതിന് എക്സ്ട്രാ പോലീസ് വരും ഈ തട്ടിപ്പുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇന്നലെ ഡ്യൂട്ടിക്ക് എടുത്ത പോലീസുകാരെ, നിങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലായില്ലേ? ഇത്രയും ഒരു പരിപാടി നടക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഇത്ര മേടിച്ചിട്ടുണ്ട് എന്തിന് എന്നൊരു ചോദ്യം ചോദിക്കാൻ ഇവിടെ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ശരിക്കും അത് നാണക്കേട് തന്നെയാണ്. ഇനിയും ഈ നാണക്കേട് തുടരാതിരിക്കാൻ ഇതുപോലെ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഇതാരാണ് നടത്തുന്നത്, എവിടെയാണ് നടത്തുന്നത്, ഒരു അന്വേഷണം നടത്തേണ്ടത് ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ നാട്ടുകാരോ ഇതിൽ പങ്കെടുക്കുന്നവരോ ഈ നർത്തകരോ ഒന്നും ആവരുത്. അത് അവരുടെ പണിയല്ല. അവർക്ക് അതിനാരും സാലറി കൊടുക്കുന്നില്ല, അതിനവര് എന്താ പറയണ്ടേ, പെയ്ഡൊന്നും അല്ല, അവർക്ക് പദവികളില്ല. മനസ്സിലായോ? ഈ വന്നിരിക്കുന്നവരുടെയും ഇവിടെ നിൽക്കുന്നവരുടെ എല്ലാം മാനത്തിനും പണത്തിനും എല്ലാം സംരക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഈ സംവിധാനത്തിന് പഴവുകൾ സംഭവിക്കുന്നു. കാരണം അവർ യൂട്യൂബ് നോക്കിയിരിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നും. കാരണം ഇക്ക വിളിച്ചു പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ചില പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇക്ക വിളിച്ചു പറയാഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വീഴ്ച സംഭവിച്ചത്. ഇക്ക ഇപ്പോൾ വിളിച്ചു പറയാൻ നിർത്തിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഭയങ്കര നാണക്കേടായി പോയി.